ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു വെണ്ടയ്ക്കയും തക്കാളിയും ചെമ്മീൻ്റെ തലയിലെ പ്രോൺസിൻ്റെ വലിയ തലയും കൊണ്ടൊരു ഒഴിച്ചു കറി ഉണ്ടാക്കാൻ പോവേ. ചെമ്മീൻ എടുത്തിട്ടില്ല, ചെമ്മീൻ്റെ തല. അത് അതിൻ്റെ ഇതിനകത്തെ ഇവിടുത്തെ നാര് പോലിരിക്കുമല്ലോ, ഇവിടുത്തെ നൂല്, അതൊക്കെ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കാണേ. ഒരു 10-20 ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 3 വെണ്ടയ്ക്ക. നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കേ. സ്റ്റൗ കത്തിക്കേ. പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ, ശക്കലം. എണ്ണ ചൂടായിട്ട് ഇതിനകത്ത് എണ്ണ ചൂടാവട്ടെ. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക്, 2 വെളുത്തുള്ളി, 6 കാശ്മീരി മുളക്, പിന്നെ ചെറിയ 2 സവാള അരിഞ്ഞത്, പിന്നെ ചെറിയ 1 മുറി തേങ്ങ. ഇതെല്ലാം കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ മല്ലി, ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ഈ അരപ്പിന് വേണ്ടുന്ന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിയും മല്ലിയും മുളകും എല്ലാം വാടിയിട്ടുണ്ടേ. ഒത്തിരി അങ്ങ് ഫ്രൈ ആവരുതേ, ഒന്ന് വാടി കിട്ടി. തീ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് വേണം ഇരിക്കേണ്ടത്. എന്നിട്ട് ഇതിനകത്ത് 2 തക്കാളി, വലിയ തക്കാളിയെ 2 തക്കാളി ഇട്ട് കൊടുത്തേ. ഇതൊന്ന് വാട്ടിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരണം. കാര്യം തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഇല്ലേ, അതൊന്ന് മാറിക്കിട്ടി തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ തക്കാളി എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുക്കട്ടെ, തണുത്തിട്ടേ അരച്ചെടുക്കാം വെക്കത്തുള്ളേ. ഇത് കഴിക്കട്ടെ. ഇനി ഈ ചട്ടി ഇങ്ങോട്ട് വെക്കേ. ഇതൊന്ന് തണുത്ത് കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ. ഇത് മതിയേ, ഇച്ചിരി കൂടെ. കാര്യം വെണ്ടയ്ക്ക വഴന്ന് വരണ്ടേ. വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വരട്ടെ. അല്ല, വെണ്ടയ്ക്ക വഴന്ന് വരുമല്ല, എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഈ വെണ്ടയ്ക്ക അരിച്ച് വെച്ചേക്കുന്നില്ലേ, അതിട്ട് കൊടുക്കാം. ഇത് 3 വെണ്ടയ്ക്ക, പിന്നെ ഒരു പച്ചമുളക്. ഇതൊരു പച്ചമുളകാണ് 3ആയിട്ട് കണ്ടിച്ചിട്ടത്, അത് ഇട്ട് കൊടുക്കും. ഇത് വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വരണം. കാര്യം അല്ലെങ്കിൽ വെണ്ടയ്ക്കയ്ക്ക് വെന്ത് കുഴഞ്ഞ് ഒരു കൊഴുകൊഴുപ്പ് വരത്തില്ലേ. അതുകൊണ്ട് ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
ഇതിനകത്ത് ഒരു കറിവേപ്പില അല്ല ഒരു തണ്ട് കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചൂട് മാറി കിട്ടണ്ടേ. നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. നല്ല കൊടുക്കാം. തീ ചെറുതായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കട്ടെ. തീരെ കുറച്ചിട്ടേക്കാം. അതുപോലെ നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കുന്ന ഇതില്ലേ, തേങ്ങയും മുളകും തക്കാളിയും ഉള്ളിയൊക്കെ, ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് ആദ്യമേ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിയത്തില്ല, തക്കാളിയൊക്കെ ഇല്ലേ ചതഞ്ഞ് വരും. എന്നിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അരയണേ. ആദ്യം വെള്ളം ഒഴിക്കണ്ട, ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് അരയണം. ചതഞ്ഞ് കിട്ടും നമുക്ക്. കാര്യം തക്കാളി ഉണ്ടായതല്ലേ, മല്ലിയൊക്കെ ഇല്ലേ. എന്നിട്ട് വെള്ളം ഒഴിച്ചരയ്ക്കാം. നമ്മൾ വെണ്ടയ്ക്ക എല്ലാം നല്ല വാടിയേ. ഇനി ഇതിനകത്ത് ഈ ചെമ്മീൻ്റെ തലയില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കും. നമുക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, ഇത് 2 സവാളയുണ്ട്, 2 തക്കാളിയുണ്ട്, പിന്നെ തേങ്ങയുണ്ട്, മുളകുണ്ട്, മല്ലിയുണ്ട്, കുരുമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് വേവാനൊന്നുമില്ല, ചെമ്മീൻ്റെ തലയല്ലേ ഉള്ളൂ. അത് പെട്ടെന്ന് വെന്തോളൂ. 1-2 തിളച്ച് വന്ന് ഒരു 5 മിനിറ്റ് അടച്ചിട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇനി ഇതിനകത്ത് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഇതിനാവശ്യമുള്ള പുളി, അപ്പോൾ വലിയ പുളി ഉണ്ടാകത്തോണ്ട് ഞാൻ 1 ടീസ്പൂൺ പുളി ഇട്ട് കൊടുക്കുന്നുള്ളേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് കവർ ചെയ്യും. നമ്മുടെ കറി ഒന്ന് കവർ ചെയ്യേ. ഇങ്ങനെ ഒന്ന് ഇതിപ്പം തിളച്ചിട്ടില്ലല്ലോ, തിളച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിക്കാം. തീരെ തീ ഉറയ്ക്കണ്ട, മീഡിയത്തിൽ ഇട്ട് വേവിക്കേ. അപ്പോൾ ഇത് തിളക്കട്ടെ. നമ്മളെ കറി നോക്കേ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ തിളച്ചിട്ടുണ്ട്, കറി നല്ല തിളച്ചേ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് വറുത്ത് പൊടിച്ച ഉലുവയാട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അല്ലാത്ത ഉലുവയാണെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കത്തില്ലേ, ആ സമയത്ത് ഇട്ട് കൊടുക്കണം. വറുക്കാത്ത ഉലുവയാണെങ്കിൽ. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം.
തീ ഒന്ന് അല്പം കുറയ്ക്കാം, തീരെയും കുറയ്ക്കേണ്ട, ശക്കലം ഒന്ന് കുറയ്ക്കാം. ഇങ്ങനെ കിടക്കട്ടെ. ഇതൊരു 3-4 മിനിറ്റ് കിടന്ന് വേവട്ടെ. നമ്മളെ വെണ്ടയ്ക്ക കറി നോക്കേ, നല്ല മണവ. ഓക്കെ, നല്ല റെഡിയായേ. ഇനി ഇതിനൊന്ന് താളിക്കാം. അടുപ്പ് കത്തിക്കേ. നമുക്ക് ഈ പാത്രം, ഈ ഉള്ളി നമ്മൾ തേങ്ങ വറുത്ത പാത്രമില്ലേ, അത് തന്നെ വെക്കുവേ. ഇനി ഇതിനകത്ത് ഇത് തീയൊന്ന് കുറയ്ക്കാം. ഞാൻ ഇതുവരെ തീ മീഡിയത്തിന് തൊട്ട് മേളിലായിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. 5 മിനിറ്റേ തിളപ്പിച്ചിട്ടുള്ളേ. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ ചട്ടിയിലോട്ട് കുറച്ച് മതിയേ. ഇത് നോക്കിയേ, കുറച്ചെണ്ണയുള്ള എണ്ണ ഒന്ന് ചൂടാക്കി, ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് ഒരു 3 പച്ചമുളക് 2 തുറന്ന് വെച്ച് കൊടുത്തു. ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതിനകത്ത് രണ്ട് തണ്ട് കറിവേപ്പില അത് ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് ഗ്യാസ് ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കറി നോക്കാം. നല്ല മണമുണ്ട്. ഇതിന് ചെമ്മീൻ വെക്കുന്നതിനേക്കാളും നല്ല മണം ചെമ്മീൻ്റെ തലയിട്ട് വെച്ചപ്പോൾ. ഒക്കെ നല്ല കുറുകുറുത്ത ചാറ്. ഇതിനൊന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. ഓ, നല്ല കിടിലൻ ടേസ്റ്റ്. ആ ചെമ്മീനേക്കാളും ചെമ്മീൻ്റെ തലയ്ക്കാന്ന് തോന്നുന്നു രുചി. ഇനി ഞാനിത് സെർവിങ് ബൗളിലോട്ട് മാറ്റേ. വെണ്ടയ്ക്ക ഒന്നും ഉടയില്ല, കാര്യം നമ്മൾ വഴറ്റിയെടുക്കുകയല്ലേ ചെയ്തേ. ഓക്കെ, എന്ത് ടേസ്റ്റാണെന്നറിയാവോ. ഇത് ചോറിനകത്തിട്ട് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി വന്നു. ചോറിനിട്ടൊക്കെ വിളവി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു വെണ്ടക്കറി, ചെമ്മീൻ വെണ്ടക്കറി ഒഴിച്ച് കയറിയേ. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങയൊന്നും അധികം ഒന്ന് വറുത്ത് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.